യേശു പറഞ്ഞു, കാര്യസ്ഥ്യം വരും ആൻഡ് ഹോളി സ്പിരിറ്റ് വിൽ കം. അവൻ എന്നിൽ നിന്നും എടുത്ത് നിങ്ങളെ അറിയിക്കും, എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുവിനെ റിവീൽ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ അകത്ത് വന്ന് വസിക്കാൻ തുടങ്ങിയത് യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം. യേശുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് മരണ പുനരുത്ഥാനത്തിൽ 3 കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ നടന്നു. 1 നടന്നത് വീണ്ടെടുപ്പ്, 2 നടന്നത് ശുദ്ധീകരണം, 3 നടന്നത് നീതീകരണം. നീതിയും നീതീകരണവും എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് മലയാള ഭാഷയിൽ ചിലപ്പോൾ അതൊരു ഒന്നായിട്ട് തോന്നും. അല്ല, ജസ്റ്റിഫിക്കേഷനും പിന്നെ റൈച്ചസ്നെസ്. വീണ്ടെടുപ്പും ശുദ്ധീകരണവും ജസ്റ്റിഫിക്കേഷൻ, നീതീകരണത്തിൻ്റെ പരിണിതമായ ഫലമാണ് റൈച്ചസ്നെസ്. ആ റൈച്ചസ്നെസ് എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്നത് കാരണമാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിക്കാൻ തുടങ്ങിയതും യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റവനാണെന്ന് റിയലാക്കുകയും ചെയ്തത് നീതീകരണം കാരണം.